ഹായ് ഹലോ നമസ്കാരം ഗൈസ്. ഇത്തിരി വൈബ് ഉണ്ടായിരുന്ന ഒരു കൊച്ചായിരുന്നു, അതും പോയി. നമുക്കൊരു വീഡിയോ കാണാം. ഹലോ, ഞാൻ വീണ്ടും 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 പൂജ. അപ്പോൾ ബിഗ് ബോസിൻ്റെ 4ാമത്തെ എപ്പിസോഡിന് ശേഷം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എലിമിനേറ്റായി. മലയാളക്കര ഒന്നടങ്കം ആഘോഷിക്കുന്ന സുദിനമാണിത്, എൻ്റെ എലിമിനേഷൻ. കാരണം ഞാൻ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. രണ്ട് കാര്യം പറയാനാണ് വന്നിരിക്കുന്നത്. ഒന്ന് എൻ്റെ ഹേറ്റേഴ്സിനോട്, ഒന്ന് എൻ്റെ സപ്പോർട്ടേഴ്സിനോട്. എൻ്റെ സപ്പോർട്ടേഴ്സിനോട് വളരെ താങ്ക്സ് ഉണ്ട്. ഞാൻ ബിഗ് ബോസ് മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞ് കുറേ മോട്ടിവേറ്റ് ചെയ്ത് ഇതേപോലെ തന്നെ പൊക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാരുണ്ട്. വളരെ താങ്ക്സ്. പിന്നെ എൻ്റെ ഹേറ്റേഴ്സിനോട്, ഐ ആം റിയലി ഗോയിങ് ടു മിസ് യു ഗൈസ്. ലൈക്ക് എൻ്റെ ഹേറ്റേഴ്സും ട്രോളേഴ്സും കാരണമാണ് എനിക്ക് ഈ ഒരു പൊസിഷനിലേക്ക് ഇപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാർ അറിയാനൊക്കെ ഇങ്ങനെ സാധിച്ചത്. ഇവരൊക്കെ കാരണമാണ്. വളരെ നന്ദിയുണ്ട്. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ കുറച്ച് നാൾ ആരെ വലിച്ചു കീറുമെന്ന് എനിക്കറിയില്ല. ഐ എം ഗോയിങ് ടു മിസ്. കുറേ ട്രോൾ വീഡിയോസൊക്കെ കണ്ട് ഞാൻ തന്നെ ചിരിച്ചിട്ടുണ്ട്. വളരെ നന്ദി. പിന്നെ ഈ ഒരു എലിമിനേഷൻ ഫെയർ ആണോ അൺഫെയർ ആണോ? കുറേ ആൾക്കാർ അൺഫെയർ എലിമിനേഷൻ ആണ്, അൺഫെയർ എവിക്ഷൻ ആണെന്ന് പറയുന്നു. അതൊരു TV ഷോ ആണ്. ഇപ്പം എന്തൊക്കെ ഡെമോക്രസി എന്നൊക്കെ പറഞ്ഞാലും ഫൈനൽ തീരുമാനം ജഡ്ജസിൻ്റെ ആണോ മേക്കേഴ്സിൻ്റെ ആണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. സോ അപ്പോൾ അവർക്ക് ഞാൻ അവിടെ ആ ഒരു ഷോയിൽ വേണ്ടാന്ന് തോന്നി, അത് കാരണം അവരെന്നെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. ദാറ്റ്സ് ഓൾ. എനിക്ക് ആ ഒരു സ്റ്റേജിൽ ഇരുന്നിട്ട് ഇത് അൺഫെയർ ആണ്, എനിക്ക് നീതി വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എത്രയൊക്കെ സൗണ്ട് വെച്ചിട്ടും കാര്യമില്ല. കാരണം അതൊരു അവരുടെ പ്ലാറ്റ്ഫോമാണ്, അവിടെ കയറി എനിക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഞാനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങി, ഞാനിപ്പോൾ റിയാലിറ്റിയിലാണ് നിൽക്കുന്നത്. ഇപ്പം ഞാൻ കാല് കുത്തി നിൽക്കുന്ന ഇന്ത്യ എന്ന എൻ്റെ ഡെമോക്രാറ്റിക് കൺട്രിയിലാണ്. ഇവിടെ എനിക്ക് നിന്നിട്ട് എൻ്റെ സിസ്റ്റത്തിനെയോ സ്റ്റേറ്റിനെയോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എനിക്കത് ചോദ്യം ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇതൊരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. ഞാനിപ്പോൾ ഇതൊരു സ്റ്റാർട്ടിംഗ് ട്രെയിലർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ ഒരു വീഡിയോ ഒന്ന് ഇരുന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ അത്യാവശ്യം കാര്യങ്ങൾ കലങ്ങേണ്ടവർക്ക് കലങ്ങും. സംതിങ് സംവെയർ. ഓക്കെ, ഞാൻ എന്തെങ്കിലും ഒരു ഗുമ്മുണ്ടാവട്ടെ, ദെൻ വിൽ ടോക്ക് എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അഗ്നി പരീക്ഷ എന്ന് പറയുന്ന ഒരു സംഭവം 3-4 ഡേയ്സ് ആയി. എനിക്ക് കാശിനും കണിക്കും ഈ സാധനം പിടിക്കുന്നില്ല. എവിടെയും എനിക്കൊരു വൈബ് ഫീൽ ചെയ്യുന്നില്ല. അപ്പോ പിന്നെയും കണ്ടോണ്ടിരുന്നത് ഈ കുട്ടിയാണ്. കാരണം നല്ല ഫയറുള്ള കുട്ടിയാണ്. പൂജ 2.0 അല്ലെങ്കിൽ ആ ഒരു വൈബില്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, നമുക്ക് ആദ്യം തന്നെ 40 ആൾക്കാർ, അതിൽ 20 പേര് ഇന്നായി. ദെൻ സെക്കൻഡ് 20-ലെ ഒരാളായിരുന്നു ഈ പൂജ എന്ന് പറയുന്ന വ്യക്തി. ഒന്നും നോക്കിയില്ല, സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞു ആദ്യത്തെ പൂജ കരഞ്ഞതിന്റെ ബേസിലാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നതെന്നൊക്കെ ഉള്ളത്. അത് സ്ട്രെയിറ്റ് വന്ന ഉടനെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പെട്ടെന്ന് കയറുമ്പോൾ ബിഹേവ് ചെയ്യുന്നവരാണ് പലരും, റിയാക്ട് ചെയ്യുന്നവർ വളരെ കുറവാണ്. അപ്പോ ഞാൻ ഇതിനു മുമ്പും പല സിറ്റുവേഷനിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഉറക്കെ സംസാരിക്കുന്നവരെ അല്ലെ വോയിസ് റേസ് ചെയ്യുന്നവരെ, ചോദ്യം ചോദിക്കുന്നവരെ അടിച്ചിരുത്തുന്ന ഒരു സൊസൈറ്റി കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചിട്ട് നമ്മൾ വാ മൂടുന്നുണ്ടോ? വാ മൂടുന്നുമില്ല. വാ തുറക്കേണ്ട സമയത്ത് വാ തുറന്ന് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ചോദ്യത്തിനെ ബേസ് ചെയ്തിട്ട് രഞ്ജിനി പറയുകയും ചെയ്തു, യെസ് ഈ കുട്ടി ഫയർ ആണെന്നും പറഞ്ഞ് എടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം നല്ല വൈബോട് കൂടി പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു. അതിന്റെ ആൾക്ക് നന്നായിട്ട് ഗെയിം കളിക്കാൻ അറിയാം. ഈ ഒരു കുറച്ച് ടൈമിങ്ങിലാണെങ്കിലും ആള് നന്നായിട്ട് ഗെയിം കളിച്ചിട്ടുണ്ട്. എവിടെ ഡിസ്ട്രാക്ട് ചെയ്യണം, എവിടെ പ്രശ്നം ഉണ്ടാക്കണം, എവിടെ നിൽക്കണം, അങ്ങനത്തെ ഒരു ആളെയാണ് ബിഗ് ബോസിലോട്ട് വേണ്ടത്. മനസ്സിലായോ? ഇത്രയും സീസൺസ് കഴിഞ്ഞു. ഈവൻ ലൈക്ക് നമ്മൾ അതിനകത്ത് ഗെയിം കളിക്കുമ്പോൾ ആ ഒരു സ്ട്രാറ്റജിയെ ബേസ് ചെയ്തിട്ട് എങ്ങനെ ഒപ്പോണന്റിനെ ചൊറിയണം, എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നൊക്കെ അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു അത്. ഇപ്പൊ ഇന്നലെ തന്നെ എവിക്റ്റ് ആയപ്പോഴും ആൾക്ക് ലൈക്ക് ടു ബി ഫ്രാങ്ക് അൺഫെയർ എവിക്ഷൻ ആണെന്നും പറഞ്ഞു പലയിടത്തും പല വർത്തമാനങ്ങളും വരുന്നുണ്ട്. അതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നുണ്ട്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ കമന്റ് പറയുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കൂടുതലും ജഡ്ജസ് ആണ് കോണ്ടന്റ് കൊടുക്കുന്നത്. എസ്പെഷ്യലി രഞ്ജിനി ഹർദാസ് ആണെങ്കിലും സംസാരിക്കുന്ന രീതിയും കാര്യങ്ങളും മേ ബി അത് അവർ പറഞ്ഞു കൊടുത്തിട്ടാവാം, അല്ലെങ്കിൽ രഞ്ജിനിയുടെ ഒരു വേ ഓഫ് ടോക്ക് ആവാം. ജഡ്ജസ് ആണെങ്കിലും ജഡ്ജസിന് ചൊറിയാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് കൊടുക്കാം, അല്ലെങ്കിൽ ആ ഒരു രീതി എനിക്ക് അവിടെ ഫോളോ ചെയ്യുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. അത് കുറച്ചൊരു എന്താ ഇങ്ങനത്തെ എന്നുള്ള പല രീതിയിലുള്ള പല ചോദ്യങ്ങളും സംസാരങ്ങളും ആ ഒരു ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. സോ അതല്ല എന്റെ വിഷയം. എന്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊച്ചു ബിഗ് ബോസിലോട്ട് കയറിയിരുന്നെങ്കിൽ കപ്പ് എടുക്കുന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്കൊന്നും പറയാനുള്ള ഇതായിട്ടില്ല. പക്ഷേ അത്യാവശ്യം കോണ്ടന്റ് കൊടുക്കാനും അത്യാവശ്യം ഒരു തീപ്പൊരി ഉണ്ടാക്കാനും പറ്റുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പൂജ ജയ് എന്ന് പറയുന്ന ഒരു വ്യക്തി. എനിക്ക് പേഴ്സണലി ഈ ഒരു ഷോ കണ്ടതിൽ എനിക്ക് അത്യാവശ്യം ലൈക്ക് നല്ല രീതിയിൽ ആള് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. ആള് കുറച്ചും കൂടി മുന്നോട്ട് പോകേണ്ടതായിരുന്നു. അപ്പൊ എന്ത് ബേസിലാണ് ഇവര് എലിമിനേറ്റ് ചെയ്തതെന്നുള്ളത്, എന്താണ് ഇവരുടെ എലിമിനേഷൻ ക്രൈറ്റീരിയ എന്ന് എനിക്കറിയില്ല. ആൻഡ് വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഇത് ഇവരാണോ
ഇവരാണോ തീരുമാനിക്കുന്നത്, ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണോ തീരുമാനിക്കുന്നത്, എന്താ ഏതാന്നൊരു എനിക്കൊരു ഐഡിയയും കറക്റ്റ് കിട്ടിയില്ല. വൈ എന്ന് വെച്ചാൽ കഴിഞ്ഞ സീസണിലൊക്കെ നമ്മളും ഒരുപാട് അൺഫെയർ എവിക്ഷൻസ് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചില സമയത്ത് തോന്നും ഓവറായിട്ട് സംസാരിക്കുന്ന ആളാണോ വേണ്ടത്, അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുന്ന ഒരാളെയാണോ വേണ്ടത്, അല്ലെങ്കിൽ മിക്സ്ഡ് ആയിട്ട് പോകുന്ന ഒരാളെയാണോ വേണ്ടത്. ആകെ മൊത്തം എന്തോ ടോട്ടലി കൺഫ്യൂഷൻ ആയി. ഇതിൽ പൂജ പറഞ്ഞ പോലെ തന്നെ അവർക്ക് വേണ്ടാന്ന് തോന്നി, അവർ കളഞ്ഞു. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും എൻഡ് ഓഫ് ദി ഡേ ബിഗ് ബോസിന് TRP തന്നെയാണ് വലുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂജ ഇപ്പൊ ഇവിടെ സേവ് ആക്കിയിരുന്നെങ്കിൽ സേവ് ആക്കി എന്ന് പറഞ്ഞ രീതിയിൽ ബിഗ് ബോസ് പോസ്റ്ററും കാര്യങ്ങളും വന്നേനെ. എവിക്റ്റ് ആയപ്പോൾ എവിക്റ്റ് ആക്കി അൺഫെയർ എവിക്ഷൻ എന്ന് പറഞ്ഞൊരു പോസ്റ്റർ വന്നു. എപ്പോഴും നെഗറ്റിവിറ്റിയാണ് കൂടുതൽ ഭയങ്കര ഫയർ ആയിട്ട് സ്പ്രെഡ് ചെയ്യുക സം സിറ്റുവേഷൻസ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇന്നത്തെ ഒരു ദിവസം പൂജ പുറത്തിറങ്ങിയത് എലിമിനേറ്റ് ആയതിന്റെ ബേസിലാണെങ്കിലും അത്യാവശ്യം ബിഗ് ബോസ് പൂജ 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 എന്നുള്ളൊരു സംസാരം വരുന്നുണ്ട്. പിന്നെ വേറൊരു മെയിൻ പ്രശ്നം എന്താന്ന് വെച്ചാൽ ആദ്യ സമയത്തുള്ള ബിഗ് ബോസ് ഒക്കെ നിങ്ങൾക്കറിയാലോ, ലൈവ് ഉണ്ടായിരുന്നില്ല. നമ്മൾ ടി വിയിൽ കാണുന്ന ഒരു 1 hour ആണ്. ആ ഒരു 1 hourനെ ബേസ് ചെയ്തിട്ടാണ് പുറത്തുള്ള നമ്മൾ അതിനെ ജഡ്ജ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ അതിനകത്ത് കട്ട്സ് വരാം. ലൈവിൽ തന്നെ കട്ട്സ് ഉണ്ട്, എന്നാൽ ഇതിലും കട്ട്സ് വരാം. സോ ആ ഒരു 1 hour ബേസിലുള്ള കാര്യങ്ങളാണ് നമുക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണോ എന്തോ എനിക്ക് ആ ഒരു ഇതിനകത്തേക്ക് ഒരു ഗ്രിപ്പ് കിട്ടി വരുന്നില്ല, സംതിങ് എന്ന് പറയാം എന്നുള്ള രീതിയിൽ. ആകെ ഇത്രയും ഉണ്ടായിരുന്ന ഒരാൾക്കാരിൽ മൊത്തത്തിലൊരു ആകെ മൊത്തം ഫുള്ളി പാക്ഡ് ആയിരുന്നു. സംസാരിച്ചാൽ ഓൺ ടൈമിൽ തിരിച്ചു കൊടുക്കാനും ടാസ്ക് വൈസ് ആണെങ്കിലും അതിൽ ആ ഒരു ടാസ്ക് ഇതിന്റെ സമയത്ത് മാരാരും മിണ്ടാണ്ടിരിക്കാൻ പറയുമ്പോൾ പൂജ പറയുന്നുണ്ട് അത് എന്റെ സ്ട്രാറ്റജിയാണ്, ഡിസ്ട്രാറ്റജി. സി അതൊക്കെ നമ്മളെല്ലാരും പറയുന്ന പോലെ ഒരു കോമണർ എന്നുള്ള രീതിയിൽ വന്നിട്ട് ആ കൊച്ചിന് ഈ ഇത്രയും ദിവസം കൊണ്ട് ഇത്രയും ഒരു ഫയർ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ആ കുട്ടിയുടെ ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എലിമിനേറ്റ് ആയി, ഓക്കെ ഫൈൻ, എലിമിനേറ്റ് ആയി. അപ്പോൾ ഇനിയും പിക്ചർ അഭി ബാക്കി എന്ന് പറയുന്ന കുറെ സംഭവങ്ങളുണ്ട്. കാരണം ഇനിയും എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് തുടങ്ങിയാലും അതിന്റെ റിവ്യൂ ചെയ്യുന്നതിന്റെ ഇടയിലാണെങ്കിലും നമ്മൾ സംസാരിക്കും പൂജ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളൊരു സംസാരം അവിടെ വരും എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. ആൻഡ് ഇപ്പോഴും തന്നെ പറയാനുള്ളൂ, ജഡ്ജസിന്റെ ഷോ ആണ്, ജഡ്ജസ് ആണ് കൂടുതൽ അവിടെ കോണ്ടന്റ് കൊടുത്തോണ്ടിരിക്കുന്നത്. ചില സമയത്ത് ഇത് എങ്ങിട്ട് എന്താ പോണെന്നുള്ള രീതിയിലൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ ടാസ്ക് ആണെങ്കിലും ഓഫ് കോഴ്സ് അതിൻ്റെ ഉള്ളിൽ നിന്നൊരു വ്യക്തിയായ രീതിയിൽ ആ ടാസ്ക് ഒക്കെ കുറച്ച് പാട് തന്നെയാണ്. പക്ഷെ എന്നാലും ഇവരുടെ ഒരു പ്രൊമോ അഗ്നിപരീക്ഷ എന്നുള്ള രീതിയിൽ ഒരു സാധനം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര ഗംഭീര ടാസ്ക് ആയിരിക്കും, ചിന്തിക്കാൻ പറ്റാത്ത ടാസ്ക് ആയിരിക്കും, ഞങ്ങളുടെയൊക്കെ ഉണ്ടായിരുന്ന ടാസ്കിനേക്കാളും ഹെവി ടാസ്ക് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു. ഈ ടാസ്ക് മോശമാണെന്നല്ല, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന കോണ്ടസ്റ്റൻസിന് ഈ ടാസ്ക് പാട് തന്നെയാണ്. പക്ഷെ പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ അയ്യോ ഇതാണ് കുറച്ചും കട്ടിയുള്ള ടാസ്ക് ഉണ്ടോ, കാരണം ബിഗ് ബോസ് ഡയറക്റ്റ് ഇതിലോട്ടുള്ള ഒരു എൻട്രി അല്ലേ. അപ്പൊ അതിൻ്റെതായ ഒരു ഇത് മേ ബി കമ്മിങ് ഇതിൽ കാണുമായിരിക്കും. പിന്നെ മറ്റേ ചേട്ടൻ, നമ്മുടെ മേക്കപ്പ് ചേട്ടൻ, ഞാൻ എന്താ ബിജു, ആ ചേട്ടന്റെ സംസാരവും എനിക്ക് അതിപ്പോ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും എനിക്ക് എന്താ പറയാ ലൈക്ക് ആളുടെ മക്കളൊക്കെയാണ് ഹെൽപ്പ് ചെയ്ത് കൊടുത്തത് ഇതിനകത്തേക്ക് കയറാനും എല്ലാത്തിനും ഒക്കെ ആയിട്ട്. പക്ഷെ കുഴപ്പമില്ല. ലൈക്ക് ഇന്ന് പുള്ളി പറയുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ പറയുന്നുണ്ട് ഇന്ന് നീ നാളെ ഞാൻ എന്നുള്ള സംഭവമാണ്. ഇറ്റ്സ് എ ഗെയിമാണ്. സോ ആളത് സപ്രസ് ചെയ്തു ഇത് ചെയ്തു എന്നുള്ളത്. സം സിറ്റുവേഷനിൽ ബിഗ് ബോസിൽ വരുന്ന ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് വന്നിട്ടൊന്ന് പിച്ച് കിട്ടാൻ കുറച്ച് സമയം എടുക്കും. അതിന് മുമ്പ് തന്നെ ഔട്ട് ആവുന്നവരുണ്ട്. പക്ഷെ അവര് അതൊന്ന് താണ്ടി കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ആദ്യമൊക്കെ കുറച്ച് സ്ലോ ആയിരുന്നു, പിന്നെ നന്നായിട്ട് കളിച്ചു വന്നു എന്നുള്ളത്. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, എൻഡ് ഓഫ് ദി ഡേ ദിസ് ഇസ് ബിഗ് ബോസ്.